എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സമയം ഇപ്പോ 9:10. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോ ലേറ്റ് ആയിട്ടാണ് ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പൊ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് റെഡിയാക്കാം. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം ഞാനിത് ഇന്നലെ രാത്രി തന്നെ പച്ചരി അരച്ച് വെച്ചതാണ്. ഇന്ന് രാവിലെ എനിക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടാലോ? ഞാനിതാ പച്ചരി നല്ലോണം കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചത്, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. നല്ല കട്ടയായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമുക്കിത് അരച്ചെടുത്തിട്ട് വേഗം വരാം. അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. ചിക്കൻ കറിയാണ്, ചിക്കൻ ഗ്രേവി. അപ്പൊ ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ എന്താ പറയാ പട്ടയും ഗ്രാമ്പും അതെല്ലാം ഇട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇത് എൻ്റെ അപ്പത്തിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിത് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. നെയ്യപ്പം പോലെ ഉണ്ടല്ലേ. പക്ഷെ ഇതിന് മധുരമില്ല, കുറച്ച് മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് കറിയെല്ലാം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്, അടിപൊളിയല്ലേ. ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഒഴിക്കാം. അപ്പൊ ഇതാ എൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും അത് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വറക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇടാം. അപ്പൊ ഇത് നല്ലോണം വറുത്തെടുക്കട്ടെ. അപ്പൊ എന്റെ തേങ്ങ നല്ലോണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഈ ചൂടിൽ തന്നെ നല്ലോണം ഒന്ന് വഴറ്റുക.
അപ്പോൾ ഇതാ നമ്മളെ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് തണുത്താൽ മിക്സിയിൽ അടിച്ചിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ 2 വലിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഇഞ്ചി ഇതെല്ലാം ഒന്ന് മുറിച്ച് എടുത്തിട്ട് വരാം. ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഞാനിതാ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, വലിയ ഉള്ളി ഇതിലിടുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചി പച്ചമുളകിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അടുത്തത് ഞാൻ വറുത്തിട്ടെടുത്ത തേങ്ങയില്ലേ, അത് മിക്സിയിൽ അരച്ചെടുത്തത്. അപ്പോൾ ഇതാ നല്ല കട്ടിയിലുള്ളത് അത് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി. ഇത് നല്ലോണം ഇളക്കാം. കണ്ടോ, നല്ല കട്ടിയായിട്ട്. ഇതിലൊരു തുള്ളിയും കൂടി വെള്ളം ഒഴിക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ അതിലിടാം. നല്ലോണം ഇളക്കി റെഡിയാക്കി. ഇനി ഇതിലൊരു തുള്ളി വെള്ളം ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെക്കാം. ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ അടിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കറി എങ്ങനെയുണ്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗ്രേവി എല്ലാം വന്നിട്ടുണ്ട്. നോക്കട്ടെ ടേസ്റ്റ്. അടിപൊളി അടിപൊളി. ഇതില് നല്ല വെള്ളം. അപ്പൊ നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് താളിച്ചിട്ടാലോ. ഇതിനായി ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് ഉള്ളി,
ഇത് നല്ലോണം ഒന്ന് വഴിച്ചിട്ട് പറയാൻ പേടിച്ചു കഴിഞ്ഞു. ഇതിൽ ഞാൻ മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കറി ഒഴിക്കാം. ഇതാ നമ്മളെ ചിക്കൻ. ഇപ്പൊ നമ്മളെ ചിക്കൻ കറി റെഡിയായി. നമ്മളെ ഫുഡ് റെഡിയായി. ഇതാ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതല്ലേ, അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതാ ഇതിന്റെ മേലിങ്ങനെ കറി ഒഴിച്ച് നല്ല അടിപൊളി, കാണുമ്പം തന്നെ നല്ല സൂപ്പറാ. നമ്മള് ഒരു റിസപ്ഷന് പോകുന്നതാണ്. അപ്പൊ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറഞ്ഞുതരാം. ബൈ ബൈ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.